കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്നാൽ ഈ പ്രഭാതത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആരാധിപ്പാൻ സ- സംബന്ധിക്കുന്ന സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹബന്ധത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. നമ്മുടെ ആയുസ് വീണ്ടും ഒരു ആരാധനയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. ഇനിയും എത്ര നാൾ നമ്മുടെ ജീവിതമെന്ന് നാം അറിയുന്നില്ല. എത്രയായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം അത് പൂർത്തീകരിക്കേണ്ടതും ശുശ്രൂഷ തികയ്ക്കേണ്ടതും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അത് നടക്കേണ്ടതുമാകുന്നു. ശുശ്രൂഷ തികയ്ക്കുന്നില്ല എങ്കിൽ ആ ശുശ്രൂഷയാലുള്ള കേട് മരണസമയത്തുണ്ടാകും. തൻ്റെ ശുശ്രൂഷയിൽ വന്ന പിഴവ്, ശൗലിൻ്റെ ശുശ്രൂഷയിൽ വന്ന പിഴവ്, അമാലേക്കിനെ സംഹരിക്കാനായി കർത്താവ് പറഞ്ഞയച്ചിട്ട് അത് സംഹരിച്ചില്ല. അത് അന്ന് അത്ര വലിയ കാര്യമായി തോന്നിയില്ല. താൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും താൻ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തെന്നും അന്ന് ശൗല് വിളിച്ചു പറഞ്ഞു. എന്നാൽ അങ്ങനെയായിരുന്നില്ല. തന്നെ ഏത് പ്രവൃത്തിക്ക് വേണ്ടി അയച്ചുവോ ആ പ്രവൃത്തി ചെയ്യാതെ രക്ഷപ്പെട്ടു പോയ അമാലേക്കും തന്നെ മരണസമയമായപ്പോൾ വന്നു. ശൗല് വാളിന്മേൽ വീണ് കിടക്കുമ്പോൾ മരിക്കാതെ വേദനപ്പെട്ട് പ്രാണൻ പോകുന്നുമില്ല. എന്നാൽ ഇനി ജീവിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നെഞ്ചിൽ വാള് തറച്ച് മറുപുറം വന്ന് കിടക്കുകയാണ്. അത്ര ദാരുണമായ ഒരു കാഴ്ചയാണ്. മരിക്കാൻ സാധിക്കുന്നില്ല. മരിക്കണമെങ്കിൽ ശുശ്രൂഷയിൽ കാണിച്ച പിഴവ് അത് തിരുത്തണം. ഇതാ അവർ അമാലിലേക്ക് ബാലം പോകുന്നു. അവനെ അടുത്ത് വിളിച്ചു. അത്രയേറെ വേദനയിലാണെങ്കിലും അവൻ അടുത്ത് വിളിച്ചു. എന്താണ്? തിരുമേനി അടിയൻ. അവൻ പറഞ്ഞു, രാജാവാണ് വീണ് കിടക്കുന്നത്. അപ്പോ ശൗല് പറഞ്ഞു, നീ വന്ന് എന്നെ കൊല്ലണം. എൻ്റെ പ്രാണൻ എന്നിൽ ഭ്രമിച്ചിരിക്കുന്നു. അവൻ അടുത്ത് വന്ന് നോക്കി. ഇനി ഏതായാലും ഈ മനുഷ്യൻ രക്ഷപ്പെടില്ല. ഈ അതിവേദനയിൽ എത്ര നാളിങ്ങനെ കിടക്കും? അങ്ങനെ വാളെടുത്ത് അവൻ്റെ കഴുത്ത് വെട്ടി അവനെ കൊന്നു. മരണസമയം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ഓർക്കേണ്ടത്, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പൂർത്തീകരിച്ച് എപ്പോഴും തയ്യാറായി നിൽക്കണം. കർത്താവ്, ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൈകൾ കുറ്റമറ്റതായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെച്ച്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് തന്നെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എല്ലാവരും പറയും കർത്താവിൻ്റെ സന്നദ്ധയിൽ മരിച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവന് സ്വർഗവും സ്വർഗാതി സ്വർഗവും ഒക്കെ അവകാശമുണ്ടെന്ന് പലതും പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അതിന് മുന്നോടിയായിട്ട് ഒരു നിമിഷമെങ്കിലും ഈ ലോകത്തിൽ വെച്ച് അവൻ്റെ കണ്ണ് ആ നന്മ കണ്ടിരിക്കണം. അതാണ് ശിമെയോൻ മരിക്കാതെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുക, മരിക്കുന്നില്ല. ഒടുവിൽ കർത്താവായ യേശുവിനെ നേരിൽ കണ്ടു. യേശു എന്ന ശിശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ അവനെ പ്രതിഷ്ഠിക്കാനായിട്ട് വരുമ്പോൾ ആ കാഴ്ച നേരിട്ട് കണ്ടതിന് ശേഷം ശിമെയോൻ പറയുകയാണ്, ഇപ്പോൾ നാഥ, നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ല. അവൻ തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അത് കണ്ടു. അതാണ് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ശുശ്രൂഷ പൂർത്തിയാക്കിയിരിക്കണം. അവന്റെ ആയുഷ്കാലം ദൈവമാണ് പൂർത്തിയാക്കുന്നത്. ദൈവമായിരിക്കണം വിട്ടയക്കുന്നത്. ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് തന്നെ ദൈവത്തിന്റെ നന്മ കണ്ടിരിക്കണം. അങ്ങനെ പൂർണ്ണ സമാധാനത്തിൽ വേണം ഇവിടെ നിന്ന് പോകുവാൻ. ഈ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്
കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആരാധന. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന് ജനമായി കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഓർത്തുകൊള്ളുക, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ ശുശ്രൂഷ നിവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ, പിഴവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറിയില്ല. ശൗൽ അതിന്റെ ഗൗരവം അപ്പോൾ അറിഞ്ഞില്ല. മരണസമയത്താണ് അത് ബോധ്യമായത്. ആരാണ് തന്റെ കഴുത്ത് വെട്ടുന്നത്? ആരാണ് തന്നെ കൊല്ലുന്നത്? ഒരു അമാലേക്കൻ. അവൻ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നത്? താൻ ശുശ്രൂഷ പൂർത്തിയാക്കാത്തതിന്റെ കാരണം. ഇത് തന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ അധികാരം കൊടുക്കും. ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം ചെയ്യുന്നവന് ഞാൻ ജാതികളുടെ അധികാരം കൊടുക്കും. അപ്പോ കർത്താവ് താൻ വിളിച്ചു വരുത്തുന്ന എല്ലാവരോടും ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യം അത് പ്രാപിച്ചെടുക്കണം. എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്താ? ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതോ ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യാനാണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്തിനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും പ്രവൃത്തി പലതാണ്. കൈക്കുള്ള പ്രവൃത്തിയല്ല കാലിന്, അതിനുള്ള പ്രവൃത്തിയല്ല കണ്ണിന്. ഇങ്ങനെ വിവിധമായ അവയവങ്ങൾക്ക് വിവിധമായിട്ടുള്ള പ്രവൃത്തി ഉള്ളതുപോലെ ദൈവത്തിന്റെ സഭയിൽ ഒരാൾ വന്നാൽ അവനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഉടയവൻ കൽപ്പിക്കും. അതായത് തല അവയവത്തോട് കൽപ്പിക്കും. നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ വരുമ്പോൾ എവിടെ നിന്നാണ് ഈ കാലും കൈകളും ചലിക്കാനായിട്ട് കൽപ്പന വരുന്നത്? നമ്മുടെ തലയിൽ നിന്നാണ്. തലയിൽ നിന്നാണ് നമ്മുടെ ശരീരങ്ങൾ ചലിക്കുന്നതിനുള്ള ഓർഡർ വരുന്നത്, കൽപ്പന വരുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ നിന്നായിരിക്കണം ആ കൽപ്പന വരുന്നത്. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ കൽപ്പന തരുന്നു, നീ ഇന്ന പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കല്ല. പിന്നെയോ മരണം വരെയും അത് ഓർത്തുകൊള്ളണം. മരണം വരെയും ആ പ്രവൃത്തിക്ക് ഭംഗം വരുത്താൻ പാടില്ല. അങ്ങനെ അവസാനത്തോളം അത് ചെയ്തു കഴിയുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് അവന്റെ പ്രവൃത്തി തികച്ചു. ഒരിക്കലും ആ പ്രവൃത്തിക്ക് ഭംഗം വരുത്താൻ പാടില്ല. ആ ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ശൗലിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് നമ്മെ ആ സമയത്ത് പിടിപെടും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഓരോരുത്തരും അവസാനം അവന്റെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയിൽ കൂടി വരുമ്പോൾ എല്ലാവരും തീരുമാനം എടുക്കുമ്പോൾ ഭയങ്കര തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തീരുമാനമൊക്കെ എടുക്കും. ആര് പറഞ്ഞു? നിന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ട്? പലരും കഠിനമായ തീരുമാനമൊക്കെ എടുത്ത് ഞാൻ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ സുവിശേഷീകരിക്കാനായിട്ട് സമർപ്പിച്ച് എത്രയോ പേര് ഞാൻ കണ്ടിരിക്കുന്നു. അവിടെ എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ചതിന് ശേഷം വടക്കേ ഇന്ത്യക്ക് ആ ഒരു ചൂടില് എല്ലാവരും കൂടെ കൂടിയ എരിവ് ഉണ്ടാക്കി അവൻ എഴുന്നേറ്റ് വടക്കേ ഇന്ത്യ ശുശ്രൂഷയ്ക്ക് പോയി നല്ല കൃപയിൽ നിന്ന മനുഷ്യൻ നാളുകൾക്ക് ശേഷം കൃപയും നഷ്ടപ്പെട്ടു, എങ്ങും എത്താതെ, ഒരു സുവിശേഷവും ഇല്ലാതെ ആകെ ആത്മീയമായി സകലതും നഷ്ടപ്പെട്ടവനായിട്ട് മടങ്ങി വരുന്നതും കണ്ടിട്ടുണ്ട്. ഒരിക്കലും ദൈവം കൽപ്പിച്ചത്, എന്നോട് കൽപ്പിച്ചത് എന്തെന്ന് ശ്രദ്ധിച്ചോർത്തുകൊള്ളണം. ശൗലിനോട് കൽപ്പിച്ചത് നീ പോയി അമാലേക്കിനെ നിർമ്മൂലമാക്കി കളയണം, അവനെ ഇല്ലാതാക്കി കളയണം. അവൻ ചെയ്തത് കരുതി വെച്ചിട്ടുണ്ട് ദൈവം, അതുകൊണ്ട് നീ അത് ഇല്ലാതാക്കി കളയണം. അവൻ പോയി ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് കുറെ മൃഗങ്ങളുമായിട്ട് വന്നു. അതിനാണോ കൽപ്പിച്ചത്? അമാലേക്ക് രാജാവിനെ അവൻ ജീവനോട് പിടിച്ചോണ്ട് പോന്നു. മൃഗങ്ങളെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. ഇത് വല്ലതും നിന്നോട് പറഞ്ഞോ? നിർമൂലമാക്കി കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ വാക്യം? ഇതാണോ പ്രവൃത്തി? ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ പിഴവ് കാണിച്ചു. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് പ്രകാരമാണ്. നിന്നോട് കൽപ്പിച്ചത് എന്ത്? അത് ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, അവസാനത്തോളം ആ പ്രവൃത്തി പൂർത്തിയാക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ആ സമയത്ത് കർത്താവിന്റെ പറയും, ഇപ്പോൾ നാഥാ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കും. ഒരു പ്രശ്നവുമില്ല. ആയുഷ്കാലം പൂർത്തിയായവനായി, തന്റെ പ്രവൃത്തിയെ തികച്ചവനായി, നന്മ കണ്ടവനായി ഇവിടെ നിന്ന് സമാധാനത്തോടെ പോകും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതുമാകും. അതിനു വേണ്ടിയിട്ടാണ്
ആ ഒരു ദിവസത്തിനാണ്. ഒരു മനുഷ്യന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ അവന്റെ ലക്ഷ്യം മുഴുവനും ഇതെല്ലാം കഴിയും. വർഷങ്ങൾ നീണ്ട ഈ പഠനത്തിന് ശേഷം ഒരു പരീക്ഷയുണ്ട്. ഈ പരീക്ഷയ്ക്ക് ശേഷം ഇത് പാസ്സായി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആ അധികാരികൾ തരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ, ഈ അധ്വാനം മുഴുവനും, വർഷങ്ങൾ നീണ്ട അധ്വാനം. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും സകല അധ്വാനവും ഈ ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാ. ഏത് ദിവസത്തിന് വേണ്ടിയിട്ട്? പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന സമയം. അന്ന് സ്വർഗീയ മണ്ഡലം സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, അന്ന് പ്രാണൻ സന്തോഷിച്ച് ആർക്കുന്ന ഒരു സമയം, ആ ഒരു അവസരം ഉണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലുത്. സമാധാനത്തോടെ കർത്താവിനോട് ചേരുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യവും ഏറ്റവും പരമമായ ലക്ഷ്യവും ആയിരിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ലക്ഷ്യം നമുക്ക് പ്രാപ്തമാകാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ആരാധന. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തെ ആരാധിച്ചേ മതിയാവൂ. ദൈവത്തെ സ്തുതിച്ചേ മതിയാവൂ. ദൈവത്തെ സ്തോത്രം പറഞ്ഞേ മതിയാവൂ. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.